അസ്സലാമു എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു നല്ല അടിപൊളി സ്നാക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്ന ഒരു കിഡിലൻ സ്നാക്കാണിത്. ഉരുളക്കിഴങ്ങ് വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു 10 മിനിറ്റൊക്കെ മതിയാവും ഇത് ഉണ്ടാക്കാനായിട്ട്. ഇത് നമ്മൾ സാധാരണ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന ഒരു രൂപമാണെങ്കിലും അതുപോലെ അല്ല ടേസ്റ്റ്. അതുപോലെ തന്നെ കട്ട്ലറ്റിനേക്കാൾ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്ക് കൂടിയാണ്. പ്രതീക്ഷിക്കാതെ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് കുട്ടികൾ വിട്ട് വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 1/2 കിലോൻ്റെ അടുത്ത് ഉരുളക്കിഴങ്ങ് ഉണ്ട്. അത് ഒരു 2 വിസിൽ ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തതാണ്. നന്നായിട്ട് വെന്ത് കിട്ടണം. ഇനി നമുക്കൊരു ബൗളിനകത്തോട്ട് കുറച്ച് പാലൊഴിക്കുക. എന്നിട്ട് അതിനകത്തോട്ട് നമുക്കൊരു ബ്രെഡ് കുതിർത്ത് വെക്കണം. അതിനാവശ്യത്തിനുള്ള കുറച്ച് പാൽ മാത്രം ഒഴിച്ചാൽ മതി. ഒരു 2-3 ടേബിൾ സ്പൂൺ. ഇത് 2 സൈഡും നല്ലപോലെ ഒന്ന് മുക്കി കുതിർത്തി എടുക്കണം. ആ ഒഴിക്കുന്ന പാൽ മുഴുവൻ ആ ബ്രെഡിനകത്ത് കുടിച്ചിരിക്കും. ഇനി അതിനുശേഷം നമുക്ക് കുറച്ച് മേളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 കപ്പ് പാൽ ഞാൻ ഏകദേശം എടുത്തിട്ടുണ്ടാവും. ഇനി അത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഉരുളക്കിഴങ്ങ് നല്ല പോലെ കൈവച്ചൊന്ന് ഉടച്ചെടുക്കണം. നല്ല പോലെ ഉടച്ചെടുക്കണം. ഒട്ടും കട്ടയൊന്നുമില്ലാത്ത രീതിയിൽ കൈവച്ച് ഉടച്ചാൽ നല്ലപോലെ ഉടച്ച് കിട്ടും നമുക്ക്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികളൊക്കെ ചേർക്കാം. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ജീരകം ചതച്ചത്, ചെറിയ ജീരകമാണ്, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി അവസാനം ചേർത്താൽ മതി. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതിൽ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, പച്ചമുളക്, മല്ലിയില, പിന്നെ ചതച്ചെടുത്തിട്ടുള്ള ചെറിയ ജീരകം, അതൊക്കെയാണ് നമ്മൾ ചേർത്തത്. ഇനി നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അരിപ്പൊടിയില്ല, അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള ബ്രെഡ് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞതിന് ശേഷം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. നല്ലപോലെ കൈവച്ച് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ബാക്കി പാല് കളയണ്ട, അത് അവിടെ വെച്ച് നമുക്ക് ലാസ്റ്റ് ആവശ്യം വരും. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ബ്രെഡ് ചേർക്കുന്നത് ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആവാനും അതുപോലെ തന്നെ നമുക്ക് നല്ലപോലെ കട്ടയാക്കി കിട്ടാൻ വേണ്ടിയിട്ടുമാണ്. ഈ ബാക്കിയുള്ള പാലും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ടൈറ്റ് ആണെങ്കിൽ ഇച്ചിരിയും കൂടെ പാല് ചേർത്ത് കുഴച്ചാൽ മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉരുളകളാക്കി എടുക്കണം. കയ്യിൽ നല്ലപോലെ ഓയിൽ തടവിയതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ഷേപ്പ് വരുന്നത്. നമ്മൾ കട്ട്ലറ്റ് പക്ഷേ സാധാരണ നല്ല സോഫ്റ്റ് ആയിട്ടല്ലേ ഉണ്ടാവുക. പക്ഷെ അതുപോലെയല്ല, ഇത് കുറച്ച് ഭയങ്കര ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. നമ്മൾ കറക്റ്റായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, സാധാരണ കട്ട്ലറ്റൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. ഇനി നമുക്കെല്ലാം ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. കുക്കറിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കുന്ന സമയം മാത്രം മതി. അതിനുശേഷം ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നു, പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കട്ടിയിൽ തന്നെ പരത്താൻ നോക്കുക, ഇല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും എണ്ണയിലിടുമ്പോൾ. ഇപ്പോൾ ഞാൻ എല്ലാം ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഫ്രൈ പാനിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വെളിച്ചെണ്ണയിലൊന്നും ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കാരണം ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഡിഷല്ലേ, അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ മറച്ചിട്ട് കൊടുക്കുക. ഇത് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് വേവൊന്നുമില്ല, കാരണം നമ്മളെല്ലാം ഓൾറെഡി വേവിച്ചിട്ടുള്ളതാണ്. 2 സൈഡും നല്ല ബ്രൗൺ കളർ ആകുമ്പോഴേക്കും ഇത് നല്ല ക്രിസ്പി ആവും. നമ്മൾ അരിപ്പൊടി ചേർത്തുകൊണ്ടും ബ്രെഡ് ചേർത്തുകൊണ്ടും നല്ല ക്രിസ്പി ആയിരിക്കും ഇത്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ജസ്റ്റ് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അതിൽ കുടിച്ചിരിക്കുന്ന എണ്ണയൊക്കെ പോയി കിട്ടും. പിന്നെ ടിഷ്യൂ പേപ്പറിനകത്തോട്ട് മാറ്റിയാൽ മതി. അപ്പോഴേക്കും ബാക്കിയുള്ള ഓയിലും കൂടെ പോയി കിട്ടും.
ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ കുറച്ച് കട്ടിയിൽ പരത്തിയോണ്ട് തന്നെ പെട്ടെന്നൊന്നും പൊട്ടൂല. നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. കാരണം നമ്മളിതിൽ ജീരകമൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ പുതിന ചട്നിയോ സെർവ് ചെയ്യാം. പുതിന ചട്നിയും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ടൊമാറ്റോ സോസ് കുട്ടികൾക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ധ്യാൻസ് കണ്ണൂർ കിച്ചൻ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോൻ്റെ തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്നുള്ള റെഡ് ബട്ടൺ കാണും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലിൻ്റെ പടവും കൂടെ വരും. അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ല നല്ല റെസിപ്പീസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.